ഇതൊക്കെ കാണുമ്പോൾ ഞാൻ എങ്ങനെ പറയാതിരിക്കും? നമ്മുടെ ലസിത കുണുണുവാവയില്ലേ, നമ്മുടെ പാലക്കൽ അമ്മായി കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. നമ്മുടെ യുവജന പ്രസ്ഥാനമായിട്ടുള്ള DYFI അവർ ഈ തെരുവ് നാടകങ്ങളൊക്കെ നടത്താറുണ്ട്. നാടകത്തിലെ ഒരു സീൻ എടുത്തുകൊണ്ട് വന്നിട്ട് അമ്മായി പറയുകയാണ്, നിങ്ങളൊന്ന് കണ്ടു നോക്കോളൂ ഇവിടുത്തെ യുവജന പ്രസ്ഥാനത്തിന്റെ കുൽസിത പ്രവർത്തികൾ എന്നൊക്കെ പറഞ്ഞിട്ടാണ് അവർ വീഡിയോ ചെയ്തിരിക്കുന്നത്. തെരുവ് നാടകത്തിൽ നിന്നുള്ള ഈ വീഡിയോ എടുത്തിട്ട് നമ്മുടെ സ്ഫടികം സിനിമയിൽ നമ്മുടെ ലാലേട്ടനും സിൽക്ക് സിമിതയും പാടുന്ന ഒരു പാട്ടുണ്ടല്ലോ, ഏഴുമണി പൂഞ്ചോല എന്നുള്ള ആ പാട്ടിന്റെ ബാക്ക്ഗ്രൗണ്ടൊക്കെ കയറ്റിയിട്ടാണ് അമ്മായി ഒരു വീഡിയോ ചെയ്തിരിക്കുന്നത്. അപ്പോൾ എന്തായാലും അമ്മായി ഇത്തരം വീഡിയോകളൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് നമ്മുടെ ഇന്ത്യയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ചില സംഭവവികാസങ്ങൾ അമ്മായിയുടെ ശ്രദ്ധയിൽ ഞാനൊന്ന് പെടുത്തുകയാണ്. ഈ കഴിഞ്ഞ ദിവസം വടക്കേ ഇന്ത്യയിൽ നടന്നിട്ടുള്ള ഒരു പൊതുപരിപാടിയിൽ നടന്നിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരിന്ന് കാണിക്കാം. അതോടൊപ്പം തന്നെ നമ്മുടെ കുണുണുവാവയുടെ ഈ വീഡിയോ നിങ്ങളൊന്ന് കാണാതെ പോകരുത്. ഇത് കണ്ടതിന് ശേഷം കൃത്യമായിട്ട് നിങ്ങൾ തന്നെ ഇതിനൊരു കമൻറ്റ് കൂടെ കൊടുത്തേക്കണം കേട്ടോ. ആദ്യം നമുക്ക് ഈ വടക്കേ ഇന്ത്യയിൽ നടന്നിട്ടുള്ള ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. എങ്ങനെയുണ്ട്? കൊള്ളാലോ അല്ലേ? മറ്റൊരു വീഡിയോ കൂടെ കാണാം. കാരണം ഈ നമ്മുടെ നാട്ടില് ഏറ്റവും കൂടുതൽ വിദ്യാഭ്യാസം കൊടുക്കുന്ന ഒരു സംസ്ഥാനം എന്ന് പറയുന്നത് നമ്മുടെ കേരളമാണ് അല്ലേ. നമ്മുടെ കേരളത്തിലെ കുട്ടികളൊക്കെ നല്ല രീതിയിൽ പഠിക്കും, അവർ വിദേശ രാജ്യങ്ങളിൽ പോയി നല്ല നല്ല ജോലികൾ ചെയ്യും. ഇവിടെ വോട്ട് ബാങ്ക് ആക്കി മാറ്റിക്കൊണ്ടിരിക്കുകയാണ് ഇവിടുത്തെ പുതിയ ഒരു തലമുറ. അതായത് ഇപ്പൊ ഈ CJP എന്ന് പറയുന്ന ഒരു പാർട്ടി വന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. വിദ്യാഭ്യാസമുള്ള കുറെ കുട്ടികൾ അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി സമരം ചെയ്തപ്പോഴത്തേക്ക് അവരെ പാറ്റകളെന്നും കൂറകളെന്നൊക്കെ വിളിച്ച് അധിക്ഷേപിച്ചവരുടെ അണ്ണാക്കിലാണ് ആ കുട്ടികൾ അടി കൊടുത്തത്. കാരണം നമ്മുടെ രാജ്യത്തിന്റെ നിലനിൽപ്പ് അല്ലെ നമ്മുടെ രാജ്യത്തിന്റെ ഭാവി വാഗ്ദാനങ്ങൾ എന്ന് പറയുന്നത് വളർന്നു വരുന്ന യുവതലമുറകളാണ്. ആ യുവതലമുറകളെ ഈ BJPയും സംഘപരിവാറും ആക്കി തീർക്കുന്നത് എങ്ങനെയാണെന്ന് എൻ്റെ കുണുകുണുവാവ അമ്മായി, നീ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഇതൊന്ന് നീ കാണണം, എന്നിട്ട് നീ എന്തായാലും പറയണം. കൊള്ളാല്ലേ? നമ്മുടെ രാജ്യത്തിന്റെ ഭാവി വാഗ്ദാനങ്ങളാണ് കേട്ടോ. നമ്മുടെ ലസിത കുണുകുണുവാവ, നീ ഇതൊക്കെ കണ്ടോ? നീ ഇതൊക്കെ കാണണം. ഇതൊക്കെ ഈ പുറം ലോകം, നമ്മുടെ ഈ രാജ്യത്തിന് വെളിയിലോട്ടുള്ള പുറം ലോകത്തുള്ള ആൾക്കാരൊക്കെ ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. നമ്മുടെ നാടിനും നമ്മുടെ രാജ്യത്തിനും അപമാനമാണ് ഈ സംഖ്യകൾ. നമ്മുടെ കുണുകുണുവാവയ്ക്ക് എന്താ പറയാനുണ്ട്, അതൊന്ന് കേട്ടോ. എന്ത് നല്ല ആചാരം അല്ലെ. DYFIയുടെ എന്തോ ഒരു പൊതുപരിപാടിൻ്റെ അകത്ത് കേബ്ര ഡാൻസ്, ഇനിയിപ്പോൾ അങ്ങനെ പറയാവോ ഉണ്ടോന്നൊന്നും അറിയില്ല. ബെല്ല ഡാൻസ്, ഒരു വല്ലാത്ത ജാതി ഡാൻസ് ആണല്ലേ. ഇവറ്റകൾക്ക് 4 വോട്ടിന് വേണ്ടിയിട്ട് കാണിച്ചു കൂട്ടുന്ന ഈ പേക്കൂത്തുകളായത് എന്തെന്നാണ് എനിക്കും മനസ്സിലായിട്ടില്ല. അതിന്റെ തൊട്ടപ്പുറത്ത് നമ്മളെ പുഷ്പനെ അറിയാമോ നമ്മുടെ നിനക്ക് മനസ്സിലാകണമെന്നുണ്ടെങ്കിൽ തലയ്ക്കകത്ത് തലച്ചോറ് എന്ന് പറയുന്ന സാധനം വേണം. ഇത് ചാണകവും അല്ല, മറ്റെന്തോ മാരക ഐറ്റമാണ് നിന്റെ തലയ്ക്കകത്തിരിക്കുന്നത്. അതുകൊണ്ടാണ് നിനക്ക് ഇത് മനസ്സിലാകാത്തത്. പിന്നെ ഇത് കണ്ടിട്ട് ഡാൻസ് ആണെന്നൊക്കെ പറയണമെന്നുണ്ടെങ്കിൽ അത് നിനക്ക് മാത്രമേ പറ്റത്തുള്ളൂ. ഞാൻ നേരത്തെ കുറച്ച് വീഡിയോകളൊക്കെ കാണിച്ചു തന്നില്ലേ. നമ്മുടെ രാജ്യത്തിന്റെ വളർന്നു വരുന്ന ഭാവി വാഗ്ദാനങ്ങൾ, നമ്മുടെ രാജ്യത്തിന്റെ യശസ് ഉയർത്തിപ്പിടിക്കാനുള്ള കുട്ടികളെയാണ് നമ്മൾ കണ്ടത്. കുട്ടികളെയാണ് നമ്മൾ കണ്ടത്. തലയ്ക്ക് വെളിവും ബോധവും നഷ്ടപ്പെട്ട ഈ വാഴകളൊക്കെ വന്നിരുന്നുണ്ട്. ഇങ്ങനെ കൊണയടിക്കുമ്പോഴത്തേക്ക് എങ്ങനെയാണ് പ്രിയപ്പെട്ടവരെ പറയാതിരിക്കുന്നത്? ബാക്കി അറിയാമോ, അയാളല്ലേ അത് തൊട്ടടുത്താരാ, ആരാ? കഞ്ചൻ ചോക്കു. അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി എന്തൊക്കെയാ ഇവിടെ നടക്കുന്നത് അല്ലേ. 4 വോട്ടിന് വേണ്ടിയിട്ട് ഇവറ്റകൾ ചെയ്തു കൂട്ടുന്ന കാര്യങ്ങൾ നോക്കിയാൽ ആ ലേഡീൻ്റെ ആ ഒരു ഡാൻസ് കണ്ടിട്ട് ഇന്നെല്ലാവരും നോക്കും. എന്താ സംഭവം ഒന്ന് നോക്കിയാട്ടെ, നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കിയാട്ടെ. ഇത്രയും മതപ്പതിച്ച് പോയി CPM എന്ന് ആലോചിക്കുമ്പോൾ നിങ്ങളൊന്ന് നോക്കിയാട്ടെ. ഷടാ എന്തൊക്കെ കാണണം ഇനി അല്ലേ. സംഭവം തന്നെ എൻ്റെ അമ്മോ. 4 നേരം മറ്റുള്ള ആൾക്കാരെ പരിഹസിക്കുന്ന നേരം കൊണ്ട് അവനവൻ്റെ പാർട്ടിയിലുള്ള ആൾക്കാരെ അങ്ങ് നന്നാക്കാൻ നോക്ക് സഖാക്കളെ, കേട്ടാ. ഹരീന്ന് എഴുതുമ്പോൾ ഡാഷ് എന്ന് വായിക്കുന്ന നിന്നോട് എന്ത് പറയാനാണ്? നിനക്ക് ഒരു തെരുവ് നാടകം കണ്ടപ്പോഴത്തേക്ക് അത് ക്യാമറ ഡാൻസ് ആണെന്ന് തോന്നാൻ വെറും 199 രൂപ സബ്സ്ക്രിപ്ഷനുള്ള നിന്നോട് പിന്നെ വല്ലതും പറഞ്ഞിട്ട് കാര്യമുണ്ടോ? വെറും 199 രൂപ സബ്സ്ക്രിപ്ഷൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ചേച്ചിയെ കാണാം കേട്ടോ. ഇനി നമ്മുടെ അൻസാരി സൂര്യസ്ഥാനോട് എന്തോ പറയാനുണ്ട്, അതോടൊന്ന് കേട്ടോ. പ്രിയപ്പെട്ടവർക്കും നമസ്കാരം. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം ആയതുകൊണ്ടാണ് നിങ്ങളോട് ഇപ്പം ഞാൻ വന്നിട്ട് സംസാരിക്കുന്നത്. പറ്റുവാണെങ്കിൽ നിങ്ങൾ എല്ലാവരും ഇതൊന്ന് ഷെയർ ചെയ്യണം. അതായത്
നമ്മുടെ അൻസാരി ഉസ്താദ്, ഞാൻ അയാളെ ഒരിക്കലും ഞാൻ ഉസ്താദ് എന്ന് പറയില്ല. കാരണം നമ്മളെയൊക്കെ നാട്ടിൽ ഒരുപാട് നല്ല മനുഷ്യരുണ്ട്. അവരോടൊക്കെ, അതായത് എല്ലാ ഉസ്താദുമാരോടും ഞാൻ ആദ്യം തന്നെ ക്ഷമ ചോദിക്കുകയാണ്. ഇവനെ പോലെയുള്ള കാട്ടുകള്ളന്മാറ നിങ്ങൾ ഈ ഉസ്താദ് എന്ന് പറഞ്ഞ് വിളിച്ചിട്ടുണ്ടെങ്കിൽ, കാരണം അത് ശരിയായൊരു നിലപാടല്ല. എന്തുകൊണ്ടാണെന്നറിയുക, ഞാനൊക്കെ ഇവിടെ ഇഷ്ടമായി, നമ്മളെ നാട്ടിലൊക്കെ ഇഷ്ടമായ ഉസ്താദ്മാരുണ്ട്. അവരെയൊക്കെ സ്വഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല അടിപൊളി സ്വഭാവമാണ്. പക്ഷെ ഇവന്റെ ഈ ഒരു സ്വഭാവം നിങ്ങൾക്ക് വായിച്ചുതരാം. അപ്പൊ എല്ലാ മുസ്ലിംസും എന്നോട് ക്ഷമിക്കുമെന്ന് വിചാരിക്കുന്നു. കാരണം ഈ ഒരുത്തനെ പറ്റിയിട്ട് എനിക്ക് പറയേണ്ടി വന്നതിൽ വളരെ ലജ്ജ തോന്നുന്നു. അൻസാരിന്റെ പോസ്റ്റാണ് ഇതാ, ഈ ഒരു പോസ്റ്റാണ് ഇട്ടത്. ഇയാള് എന്താ ഇട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്ത് സംഘപരിവാർ എന്ത് തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇത് ചെയ്ത് കഴിഞ്ഞാൽ ഉടനടി ഈ ഉസ്താദ് മാളത്തിന്റെ ഉള്ളിൽ നിന്ന് പുറത്തു വരും. അങ്ങനെയുള്ള ഉസ്താദാണിത്. യാതൊരു പ്രതിഫലവും മോഹിക്കാതെ ദുർഗാദേവിയെ വരെ ആംബിയ മുസ്ലിങ്ങളുടെ പട്ടികയിൽ ചേർത്ത് കൊടുത്ത പാവ മനുഷ്യനെ പൂജേപ്പിയുടെ മഞ്ഞക്കാർഡിൽ നിന്ന് വെട്ടി. ഇത് താനാണോ പറയേണ്ടത്? ഈ വെട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംഘടനാ നിർണയം വരുന്ന സമയത്ത് പല ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റും. അത് BJPയുടെ ഇതാണ്. തനിക്ക് എന്താ ഇതിനെ പറ്റിയിട്ട് അറിയാം? ഈ അൻസാരിനോടാ ചോദിക്കുന്നത്. തനിക്ക് എന്താ ഇതിനെ പറ്റിയിട്ട് അറിയാം? അതിന്റെ അടിയിൽ കുറേ കുഞ്ഞെ കുളക്കളാപ്പാക്കം കമന്റ് ഇടുക. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഉസ്താദിനെ പറ്റിയ പണിയാണോ ഇത്? ഉസ്താദ് അൻസാരി ആണോ? നിങ്ങൾ എന്താ ഇങ്ങനെ? എത്ര ഉസ്താദുമാർ നല്ല രീതിയിൽ സംസാരിക്കുന്നുണ്ട്. താനൊക്കെ ഉസ്താദെന്ന് പറയാൻ തന്നെ അവർക്ക് വരെ കുറവുകേടായിരിക്കും. കാരണം എന്നോട് ഒരുപാട് സുഹൃത്തുക്കൾ പറഞ്ഞിട്ടുണ്ട് ഈ അൻസാരിന്റെ സ്വഭാവം ആർക്കും ഇഷ്ടമല്ല എന്നുള്ളത്, അയാൾ ഉസ്താദിന്റെ കൂട്ടത്തിലല്ല എന്നുള്ളത്. പക്ഷെ മറ്റുള്ള ഉസ്താദുമാർക്കും തന്നെ പോലെയുള്ള ഈ ഒരു സംഭവം അവർക്കും കുറവുകേടാടോ. കുറവുകേടാ. താനെന്തിനാ BJPന്റെ കാര്യം നോക്കുന്നത്? അബ്ദുള്ള കുട്ടീന്റെ കാര്യം അബ്ദുള്ള കുട്ടിക്കറിയാം. ഇപ്പം BJPയിലെ പുനർനിർണയം വരുന്നുണ്ട്. ഇനിയിപ്പോ ഓരോ പോസ്റ്റിലേക്ക് അവർ കൊടുക്കുമായിരിക്കും. അപ്പൊ തനിക്കെന്ത് ലാഭം, തനിക്കെന്ത് നഷ്ടം വന്നു? താൻ എന്തിനിത് പറയേണ്ട ആവശ്യം? തനിക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ടല്ലോ അല്ലേ? ഹിന്ദുക്കളെ മാത്രം സഹായിക്കുന്ന ഒരു അൻസാരിയല്ലേ നിങ്ങൾ? അൻസാരി അല്ലേ? അതെ, ഈ എന്തുവാടേ ഇതൊക്കെ? കഷ്ടം തന്നെ. കേരളത്തിലെ സ്ത്രീകൾക്ക് പോലും അപമാനമാണ് കേട്ടോ ഈ പേട്ട് സാധനം. അതായത് നമ്മുടെ ഓന്തുള്ള കുട്ടിയെ ലക്ഷ്മിയും ദുർഗയും ഒക്കെ അംബിയ മുർസലിങ്ങളാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പോസ്റ്റ് ഇട്ടായിരുന്നു. ശരിക്കും ആ ഒരു പോസ്റ്റ് ഇട്ടത് BJPയിലല്ലാത്ത ഏതെങ്കിലും ഈ അൻസാരി സുഹരിയോ അല്ലെങ്കിൽ ഇതുപോലുള്ള മറ്റേതെങ്കിലും ഉസ്താക്കന്മാരോ അല്ലെങ്കിൽ മുസ്ലിം നാമധാരികളോ ആണ് ഇട്ടിരുന്നെങ്കിൽ ഇത് തന്നെ വന്നിട്ട് സോഷ്യൽ മീഡിയയിൽ നീ വന്നിരുന്നുകൊണ്ട് കൊണയടിക്കുവോ? ഇല്ലല്ലോ. അപ്പം നീ അവിടെ നിർത്ത്. നിനക്ക് നേരാവണ്ണം വർത്താനം പറയാൻ പോലും അറിയത്തില്ല. നന്നായിട്ട് ഒരു 10 രൂപ കൊടുത്തിട്ട് ഒരു നാക്കുവടി വാങ്ങിച്ചിട്ട് നന്നായിട്ട് രാവിലെയും വൈകിട്ടും ഒക്കെ നാക്ക് പഠിക്കണം. നീ പറയുന്നത് എന്താണെന്ന് നിനക്കെങ്കിലും മനസ്സിലാകത്തുള്ളൂ. ബാക്കിയുള്ളവർക്ക് എന്തായാലും ഒന്നും മനസ്സിലാകുന്നില്ല. ഉസ്താദിനെയൊക്കെ വിമർശിക്കാൻ നീ ആയിട്ടുണ്ടോ? പിന്നെ നീ പറയുന്ന കണക്ക് മറ്റുള്ളവരെ പറയാൻ പാടില്ല, ഇവരെ പറയാൻ പാടില്ല. നീയൊക്കെ നാഴികക്ക് 40 വട്ടം ഇവിടുത്തെ മുസ്ലിങ്ങൾ എന്താണ് ചെയ്യുന്നതെന്ന് നോക്കിയിരിക്കുകയാണല്ലോ. എവിടുന്നെങ്കിലും ഒന്ന് കിട്ടാൻ വേണ്ടി. ഏതെങ്കിലും ക്രിമിനലായിട്ടുള്ള ഒരുത്തൻ എന്തെങ്കിലും തെറ്റ് കാണിച്ചു കഴിഞ്ഞാൽ അടച്ച് മുസ്ലിങ്ങളെ മൊത്തത്തിൽ അധിക്ഷേപിക്കുന്ന നീ വന്നിരുന്നുകൊണ്ടാണ് പറയുന്നത് കേരളത്തിൽ എത്രയോ നല്ല മുസ്ലിയാക്കന്മാരുണ്ട്, ആ മുസ്ലിയാക്കന്മാർക്ക് അപമാനമാണ് ഇതെന്നുള്ളത്. ഞാൻ ആദ്യം കാണിച്ചു തന്നിട്ടുള്ള കുറച്ച് വീഡിയോകളില്ലേ, ആ വീഡിയോയ്ക്ക് നീ ഒരു റിയാക്ഷൻ ചെയ്യും. എന്നിട്ട് നീ ഇവിടെ വന്നിരുന്നുണ്ട് കൊണയടിക്ക്. എന്തായാലും എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഈ വീഡിയോ കണ്ടിട്ടുള്ള നിങ്ങൾ നമ്മുടെ ഈ സംഘി മിത്രമായിട്ടുള്ള ഈ ചേച്ചിക്ക് വയറ് നിറച്ച് കൊടുക്കാൻ പറ്റുമെങ്കിൽ കൊടുത്തോളൂ. അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും